അച്ഛന്റെയും മകന്റെയും പുസ്തക പ്രകാശന ചടങ്ങിന് ഷാർജ രാജ്യാന്തര പുസ്തകമേള സാക്ഷ്യം വഹിച്ചു. കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും മകൻ ഡോക്ടർ രോഹിത് ചെന്നിത്തലയുടെയും പുസ്തകമാണ് ഒരേ ദിനം ഒരേ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെട്ടത്. UAE രാജകുടുംബാംഗം ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഷാർജ പുസ്തകമേളയുടെ അക്ഷരമുറ്റത്തിന് ഇത് മറ്റൊരു ചരിത്ര നിമിഷമായി. അച്ഛന്റെയും മകന്റെയും പുസ്തക പ്രകാശന ചടങ്ങിന് പുസ്തകോത്സവ വേദി സാക്ഷ്യം വഹിച്ചു. UAE രാജകുടുംബാംഗം ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പുസ്തകം പ്രകാശനം ചെയ്തു. ഒരു അച്ഛന്റെയും മകന്റെയും രണ്ട് പുസ്തകങ്ങൾ ഒരേ ദിവസം ഒരേ സമയം ഒരേ ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുന്നുവെന്ന അപൂർവമായ ഒരു സ്വന്തം നിമിഷത്തിന് കൂടി ഈ അക്ഷരമുറ്റം ഇന്ന് വേദിയാവുകയാണ്. UAE രാജകുടുംബാംഗം ഷെയ്ഖ് സെയ്ഫ് ബിൻ അബ്ദുള്ള അൽ ഷംസി പുസ്തകം പ്രകാശനം ചെയ്തു. വ്യവസായി R. ഹരികുമാർ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ചടങ്ങിൽ പങ്കെടുത്ത അതിഥികൾക്ക് ഈ പുസ്തക പ്രകാശനം വേറിട്ട അനുഭവമായി. ഇന്നുണ്ടായ ഏറ്റവും വലിയൊരു സംതൃപ്തി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല എൻ്റെയൊക്കെ രാഷ്ട്രീയ നേതാവാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ പ്രഥമീയനാണ് രമേശ് ചെന്നിത്തല. നല്ല സ്നേഹവും സൗഹൃദവും മനുഷ്യത്വവും നന്മയും കൂടെ ചേർത്ത് വെക്കാൻ, ഒരാളുടെ സങ്കടം വരുമ്പോൾ ആ സങ്കടത്തിൽ ആളെ കൂടെ ചേർത്ത് വെക്കാൻ, ഒരാൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ ആ സന്തോഷത്തിൽ പിന്നെ അസൂയയും കുശുമ്പുമില്ലാതെ അവരെ അഭിനന്ദിക്കാൻ ശ്രമിക്കുന്ന ആളാണ് രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തലയുടെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കൊണ്ടുവന്ന ഒരുപാട് കേരളത്തിലെ അഴിമതി വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പുസ്തകം, അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചുള്ള പുസ്തകവും ഒരേ വേദിയിൽ അച്ഛൻ്റെ മകൻ്റെ പുസ്തകം റിലീസ് ചെയ്യപ്പെടുന്നത് അപൂർവമാണ്. ഒരുപക്ഷെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും ഒരേ വേദിയിൽ ഒരേ സമയത്ത് അച്ഛൻ്റെയും മകൻ്റെയും പുസ്തകം വരിക എന്നുള്ളത്. അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ വലിയ ആഹ്ലാദമുണ്ട്. ഇത് രണ്ടും എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് വളരെ ടച്ചുള്ളതാണ്. രണ്ട് കാര്യവും. ഒന്ന്, രമേശ് ചെന്നിത്തലയായിട്ട് എനിക്ക് മാനസികമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കും അദ്ദേഹത്തിൻ്റെ മകൻ്റെ ബുക്കും ഏറ്റുവാങ്ങാൻ സാധിച്ചത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അതിൽ കുറേ സത്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പുറത്തു കൊണ്ടുവന്ന വൻ അഴിമതികളും അവയുടെ പിന്നാമ്പുറ കഥകളുമാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. രമേശ് ചെന്നിത്തല പിടിച്ചുകെട്ടിയ അഴിമതികൾ എന്ന പേരിലുള്ള പുസ്തകം മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. ചെന്നിത്തലയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ BV പവനനാണ് പുസ്തകം തയ്യാറാക്കിയത്. ഇതേ വേദിയിൽ ചെന്നിത്തലയുടെ മകൻ ഡോക്ടർ രോഹിത് ചെന്നിത്തല എഴുതിയ ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ മലയാളം പരിഭാഷയുടെ പ്രകാശനം UAE സ്വദേശി സുൽത്താൻ മജീദ് അൽ ഷംസി നിർവഹിച്ചു. VT സലീം ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. എന്റെ ചിന്തകൾ അറിയുക നിങ്ങളുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ എന്ന പേരിലാണ് ഈ പുസ്തകം. ശ്രേഷ്ഠ ബുക്സാണ് പ്രസാധകർ. അദ്ദേഹം മഹാരാഷ്ട്ര ഇലക്ഷൻ വളരെ തിരക്കിലാണ്, അതുകൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റാത്തത്. രണ്ട് പുസ്തകങ്ങൾ ഒരുമിച്ച് ഇറക്കാൻ പറ്റിയ ഒരു കൗതുകമാണ്, എന്നെ സംബന്ധിച്ച് അഭിമാന നിമിഷമാണ്. മുൻ MP TN പ്രതാപൻ, ഡോക്ടർ SS ലാൽ, മഹാദേവൻ വാഴശ്ശേരിൽ എന്നിവർ ആശംസകൾ നേർന്നു. മാധ്യമപ്രവർത്തകൻ എൽവിസ് ചുമ്മാർ പരിപാടിയുടെ അവതാരകനായി. ഷാർജ ബുക്ക് അതോറിറ്റിയുടെ ആദരം K. മോഹൻകുമാർ സമ്മാനിച്ചു. ഷാർജ പുസ്തകമേളയുടെ ചരിത്രത്തിലെ അപൂർവ ദിനത്തിന് കൂടിയാണ് തിങ്ങി നിറഞ്ഞ ഈ അക്ഷരമുറ്റം സാക്ഷ്യം വഹിച്ചത്. ജയ്ഹിന്ദ് ന്യൂസ്, ഷാർജ. Lulu Hypermarket, home delivered. Download the Lulu app now.